അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? ഹാക്കർമാരെ പല വിധമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത്. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഇവന്മാർ ശരിയാണ്. പിന്നെ ബാക്കിലൊരു ബാക്ക് പാക്ക്, അത് സ്ഥിരമുണ്ടോ? അത് ശരി. പിന്നെ വിശക്കുമ്പോൾ കഴിക്കാൻ വല്ല ബർഗറോ സാൻഡ്വിച്ചോ കുടിക്കാൻ വല്ല കോളയോ ബീറോ, ഇതൊക്കെ ഇവന്മാരുടെ ബാഗ് സ്ഥിരമുണ്ടോ? ദേഹം നിറയെ ടാറ്റൂസ്, സഞ്ചരിക്കുന്നത് ഹൈ എൻഡ് ബൈക്കുകൾ, കാണുന്നത് ഇംഗ്ലീഷ് സിനിമ. ഇവന്മാരെ കണ്ടാ ഏകദേശം എന്താ ഇതുപോലെ ഇരിക്കും. കണ്ടോ? ചെയർമാൻ മേടിച്ചു പോയി, പക്ഷെ ഞാൻ സമ്മാനിപ്പിച്ചിട്ടുണ്ട്. നീ ചിത്തിരയിലത്തെ മസാല ദോശ കഴിച്ചിട്ടില്ലല്ലോ? ഒരെണ്ണമ്മയ്ക്കും കൊടുത്തു. എന്തായാലും ഈ ഹാക്കറെ ഒരു എൻക്രിപ്റ്റഡ് മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിട്ട് റോയൽ പെരിയാറിൻ്റെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്റ്റ് എടുക്കും. ഞാനും ജിൽസേ, എന്താ ബാക്കപ്പ് എടുക്കാൻ? ഞാൻ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ബാക്കപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ മറന്നുപോയി. മറന്നു? അല്ലെങ്കിൽ നിനക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറാനുള്ള ധൃതി. ഹാക്കിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ സാറേ. അല്ലടാ, ഹാക്കറോട് നിന്നെ കത്തെഴുതി അറിയിച്ചിട്ട് ഹാക്ക് ചെയ്യാൻ പറയാം. നിനക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഉത്സാഹമാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കൂളിംഗ് ക്ലാസ് വെച്ചപ്പോൾ നീ കമന്റ് അടിച്ചിരിക്കണ്ടായിരുന്നല്ലോ. അയ്യോ സാറേ, അതൊരു തമാശ പറഞ്ഞാണ്. എനിക്കൊരു തമാശ മനസ്സിൽ തോന്നിയത് അപ്പോൾ പറയണം. ആസ്ഥാനത്തിന് വെളിപ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ സകല ഡാമേജിന്റെ എക്സ്പെൻസ് നിന്റെ തലയിൽ എഴുതി വെച്ചിരും. എന്താ ചിരിക്കല്ലോ അപ്പോൾ അവൻ്റെ ഒരു കോമഡി. സാറേ, കൂളിംഗ് ഗ്ലാസിൻ്റെ പ്രശ്നമാണെങ്കിൽ അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നിലവിൽ ബ്രാഞ്ചുകളിലെ IT കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾ ലോക്കലിയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അത് വേണ്ട. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ IT റിപ്പോർട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആളെ വിടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടിക്കറ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ജിൽസ് ഒന്ന് കാണിച്ചടാ. ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക, ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മളിവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് ആളെ വിടും. അപ്പോൾ ഇനി ലോക്കലി സർവീസിങ് വേണ്ട. ഓക്കെ, കൊട്ടേഷനിൽ ഒരു പ്രൊഡക്റ്റ് ബില്ലിൽ രണ്ടെണ്ണം. ഞാൻ പ്രവീൺ സാറോട് സംസാരിച്ചിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് ഒരു ഫയർവാൾ ഫെയിലിയർ ആയുള്ള റിസ്കിന് വേണ്ടി വേറൊരെണ്ണം വെച്ചു എന്നാണ്. ആയിക്കോട്ടെ, അയാൾക്കത് ഇതിനകത്ത് കാണിച്ചൂടെ? അവസാനം ഓടിക്കുന്ന സമയത്ത് ഞാനതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ ജിൽസിനോട് വേറൊരു കൊട്ടേഷൻ തരാൻ പറയാം. പറ. ആ ജിൽസ് എന്ന് പറയുന്നതിന് വെളിവെന്ന് പറയാൻ സാധനമില്ല. ഞാൻ റൂഡായതല്ല, ജസ്റ്റ് കാര്യം പറഞ്ഞുള്ളൂ. താൻ നെർവസ് ആവണ്ട. ഏയ്, നെർവസ് ആയതല്ല. എനിക്ക് ഓഫീസിൽ ആൾക്കൂടെ സംസാരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് മാത്യു ആണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ഹാക്കിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. മാത്യു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? ഇല്ല, ഒന്നുമില്ല. മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നിന്നെ കാശുകളാണ്. സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ നോക്കിക്കോളാം. ഞാൻ വിളിക്കാം. ശരി. ജോർജേ,
ഇതാ തീർത്തേ. അനീഷേട്ടാ, ആ റോയൽ പെരിയാടം വീണ്ടും തുറന്നല്ല? തുറന്നു മാത്രമല്ല, അവിടെ തന്നെ വർക്കും പോയി. നീ ലോക്കലായിട്ട് സർവീസ് ചെയ്യണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഓ, കുഴപ്പമില്ലടാ, പിച്ചകളാണ്. നിസ്സാര റേറ്റാണ് ഞാൻ സർവീസ് ചെയ്യുന്നത്. 10 രൂപ കൂട്ടി ചോദിച്ചാൽ വർക്ക് വേറെ ആൾക്ക് കൊടുക്കും. ഓട്ടയത് അനീഷേട്ടാ, അമ്മാരെ സെക്യൂരിറ്റി ഒക്കെ എന്താ കൂട്ടിയിട്ടുണ്ട്. എനിക്ക് വീട്ടിലിരുന്ന് ആക്സസ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും ബ്രാഞ്ചിൽ കയറാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചേഞ്ചസ് ആണ് വരുത്തിയേക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയ പുലിവാലായല്ലോ. അവസാനം ഞാൻ കുഴപ്പത്തിലാവൂ. നിങ്ങൾ പേടൊന്നുമില്ല, ഇതെന്താണിത്? അടി ഇനി അവിടെ കയറാൻ പറ്റില്ല. ഇനി അവിടെ കയറിയാൽ തന്നെ സിസ്റ്റം അവന്മാർ തൊടിയിക്കില്ല. ചേട്ടാ, അതെ, നമുക്ക് അവന്മാരുടെ വൈഫൈ ഹാക്ക് ചെയ്താലോ? എടാ അവിടുത്തെ വൈഫൈ ഡിസേബിൾഡ് ആണ്, സ്റ്റാഫ് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ. അത് മോഡാണ്, അവിടെ വെച്ചോ. അതെനിക്കറിയാം. നമ്മളെ അന്ന് ബ്രാഞ്ചിൽ പോയപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത ടേബിളിൻ്റെ താഴെ ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് പിന്നീട് എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ വയ്ക്കാൻ ഒരു ഓപ്ഷൻ വെച്ചേക്കണാണ്. അത് ഇതിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ ആക്സസ് ചെയ്തൂടെ? എടാ ആക്സസ് ചെയ്യാൻ പറ്റും, പക്ഷെ ആരെയും കണക്ട് ചെയ്യും. ഞാനൊന്ന് ട്രൈ ചെയ്താലോ? ഞാനേ പോയിട്ട് വരാം. ചേച്ചി, ഈ ബൈക്ക് ലോണിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി. വെഹിക്കിൾ ലോണല്ലേ? ആ, വെഹിക്കിൾ ലോൺ നമുക്ക് കിട്ടുന്ന ടെന്നർ അനുസരിച്ചാണ് പലിശ. 3 വർഷം മുതൽ 5 വർഷം വരെ. ഡീറ്റെയിൽസ് ഒന്ന് എഴുതി തരാമോ? ഒരു മിനിറ്റ് കേട്ടോ, പ്രിന്റ് ഔട്ട് എടുത്ത് തരാം. ആ, ഞാൻ നോക്കിയിട്ട് വന്നോളാം. അവര് ഫയർ വാൾ വെച്ച് VPN സെറ്റ് ചെയ്തേക്കാം. കോൺഫിഗറേഷൻ ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പൊളിക്കാൻ പറ്റുമോ നോക്കാം. എടാ അവിടുന്ന് മോഡത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം കേട്ടോ. അവർ കണ്ണിലാനും പെട്ടാ അവിടെ പണിയാവും. അല്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിക്കും. നീ പോണ്ട, ഉദയം പോട്ടെ. സാധനം ഇവിടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ മതി. സെറ്റ് കയറി ചെല്ലുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു ടേബിൾ ഉണ്ട്, അതിൻ്റെ താഴെ ഉണ്ട്. ഓക്കെ. എടാ നീ എന്ത് പറഞ്ഞിട്ടാ കയറാൻ പോണേ? നീ ആ ചില്ലറ പൈസ എടുത്തേ. ചില്ലറ പൈസ എടുത്തേ, കൊടുക്ക്. ഓക്കെ. നിങ്ങൾ 16% എന്ന് പറഞ്ഞാൽ എനിക്ക് 16% തന്നെ കിട്ടണം, അല്ലാണ്ട് ഞാൻ അവിടെ പോവില്ല. സാറേ, അത് ഡ്യൂ അല്ലെങ്കിലുള്ള പേഴ്സൻറ്റേജ് ആണ്. സാർ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിൽ എനിക്കൊന്നും അതാ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് പണയം വെക്കാൻ വന്നപ്പോ സാറേ, അത് അന്ന് പറയാനും സാറിന് നിയമങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? ഞാൻ ഇനി ഇതൊക്കെ പഠിച്ചിട്ട് വരണം. സാറിന് വല്ലതും അറിയുമെങ്കിൽ സാറ് പോയി ബാങ്ക് മാനേജറോട് വെച്ച് സാറേ. ചേച്ചി, ടൂലർ ലോണിന്റെ കാര്യത്തിൽ വന്നാ പറഞ്ഞവർക്കൊക്കെ പ്രിന്റ് ഔട്ട് കൊടുക്കണ്ടെന്ന് കേട്ടോ. ഒരു മിനിറ്റ്, ഞാൻ ഈ സാറിനൊന്ന് ഡീൽ ചെയ്തോട്ടെ. ബീവറേജ് പോയെന്നാ ഇതിലും പെട്ടെന്ന് കാര്യം നടന്നല്ലോ. സാറേ, സാറ് ഇവിടെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല. സാറിന് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സാറ് ഇതേ മാനേജറോട് പോയി ചോദിക്കും. സാറിന് ഇന്ന് തന്നെ പണിയെടുക്കണമെന്നുണ്ടോ? വരുന്നുണ്ടോ? എന്തായി കിട്ടിയ? ഏതാന്ന് വെച്ചെടുത്തോ. ഏതാന്ന് വെച്ചാല് എടത് നെറ്റ്വർക്ക് സ്വിച്ച്, ഇതാണ് മോഡം. ആന്റിന ഉണ്ടാ? എടാ, രണ്ടും ഒരേപോലെ ഇരുന്നാറിനോട് ഞാൻ ഊരിയത്. എടത് ഊരണ്ടല്ലോ, അവിടുത്തെ നെറ്റ് മൊത്തം പോവും. അവരെങ്ങനെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചാ മൊത്തം പണിയാണ്. ഈ കൊണ്ടേ കുത്തിയേ. എനിക്ക് ഊരാൻ മാത്രമേ അറിയുള്ളൂ, കുത്താറിനൂടാ. അടിപൊളി. ഞാൻ കൊണ്ടേ കുത്തിക്കോളാം. ചില്ലറ പൈസ. നിങ്ങൾ ഈ റോയൽ പെരിയാർ എന്നുള്ള പേരും വെച്ച ആൾക്കാരെ പറ്റിക്ക് ഇറങ്ങിയേക്കാണോ?
നീയേ എൻ്റെ പൊന്നു മോളെ നീ ആ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചേ അശ്വതി മേഡത്തിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്ത് തരാൻ പറ. ചേച്ചി അങ്ങനെ ചെയ്താൽ പ്രശ്നമാവും. അതൊരു കാര്യം ചെയ്ത് നമുക്ക് 16 ഇട്ട് കൊടുക്കാം. നെറ്റും ഇല്ല, എന്ത് നശിച്ച ദിവസം. നെറ്റും ഇല്ലേ? അനീഷേ, ആ ഞാനേ ബൈക്ക് ലോണിൻ്റെ കേസ് അറിയാൻ വന്നതാ. ഞാൻ നാളെ വന്നോളാം. അർജന്റ് പ്രശ്നമാണ് അനീഷ. നെറ്റും ഇല്ല, കസ്റ്റമറാണ് റൂഡ്. നീ ഒന്ന് നോക്കിയേ. അല്ല നിങ്ങൾ നമുക്കൊന്നും സർവീസ് തരില്ലല്ലോ, അതല്ല ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഹെഡ് ഓഫീസിൽ നിന്ന് ആൾ വരുമ്പോഴത്തേക്കും സമയം എടുക്കും. നീ ഒന്ന് നോക്കടാ. നെറ്റിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കിയേ. ഇല്ല, കിട്ടുന്നില്ല. കിട്ടണില്ല? ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ സിസ്റ്റം. കുറേ നേരം പോയിട്ട് കുറച്ച് സമയം. ആ ചേച്ചിയെ ആ കണക്ഷൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? ഒരു മിനിറ്റ് കേട്ടാ, നോക്കട്ടെ. ചെക്ക് ചെയ്ത് നോക്കിയേ. കിട്ടണ്ട? കിട്ടണ്ട? കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ചേച്ചി സർവീസ് ചാർജ് 200 രൂപ. ചേട്ടാ ഞാൻ പാസ്വേഡ് അറ്റാക്ക് ചെയ്ത് നോക്കി, പക്ഷെ അത് നടപടിയാണല്ലോ. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പുറത്തിൽ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട്. അവന്മാര് VPN ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നേ. ഞാൻ റിവേഴ്സൽ എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചോളട്ടാ, ഞാൻ എന്തായെന്ന് അറിയാണ്ടി വിളിച്ചതാ. ചേട്ടാ അവരുടെ ഒരു ഇന്റേണൽ സോഫ്റ്റ്വെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ IT സപ്പോർട്ടിന്റെ ആണെന്നാ തോന്നണേ. ആ ഇതാണ് ടിക്കറ്റിംഗ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ ബ്രാഞ്ചസ് കൊടുക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലൊരു അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ കേട്ടാ, നോക്കിയിട്ട് വിളിക്കാം. ആ മാഡം, സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, പേടിക്കേണ്ട, ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ സാറേ, ഇല്ല സോഫ്റ്റ്വെയർ ഹാക്ക് ആയതാണ്, ബുദ്ധിമുട്ട് മനസ്സിലായി സാറേ, എത്രയും പെട്ടെന്ന് ശരിയാക്കാം. സർ, ചിൽസ് ബാക്കപ്പ് എടുത്തുകൊണ്ട് 2 മണിക്കൂറിനുള്ള ബ്രാഞ്ചസ്. 2 മണിക്കൂർ നിന്റെ വായിന്നൊന്നും കേൾപ്പിക്കരുത്. നീ നിനക്ക് അറിയില്ല എൻ്റെ പഴയ സ്വഭാവം. ഇവിടെ നീ ഹാക്കിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടല്ലേ ഈ കാശ് മുഴുവൻ മുടക്കിയിട്ട് താഴെ പറഞ്ഞ സാധനം കൂടെ ഞാൻ വാങ്ങി വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ വന്ന് പറയുകയാണ് വീട്ടിൽ ഹാക്കിംഗ് ആയി, ഉള്ള ഡീറ്റെയിൽ എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. സാർ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനായിരുന്നു നമ്മൾ പബ്ലിക്കിൽ നിന്ന് മാറ്റി VPN ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ താഴെ കാര്യം ചെയ്യും, ഈ കമ്പ്യൂട്ടർ എല്ലാം കൂടെ എടുത്ത് വല്ല കിണറ്റിലും കൊണ്ടിടും. എന്നിട്ട് നാളെ മുതൽ കസ്റ്റമേഴ്സിന് പേപ്പറിൽ എഴുതി റെസിപ്റ്റ് കൊടുക്കാം. അയ്യോ സാർ, നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് NBFC നടത്താൻ പറ്റില്ല. RBI റൂളാണ്. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഹാക്ക് ചെയ്തവനെ പോയി കണ്ടുപിടിച്ചോണ്ട് വന്ന് തന്റെ കസേരയിലോട്ട് ഇരുത്ത്. എന്നിട്ട് താമ്പല്ല കപ്പിലെട്ടി കച്ചവടത്തിനും പോകും. അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് അറിയാമല്ലോ. സാർ, ഞാനൊരു ഡൗട്ട് പറഞ്ഞാൽ ടെൻഷനാവരുത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെക്യൂരിറ്റി വീക്കായതുകൊണ്ട് ഏതോ പിള്ളേർ കയറി കളിക്കുന്നതെന്നായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നതാണെന്ന്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരോ പ്രൊഫഷണൽ ഹാക്കേഴ്സിനെ ഇറക്കി കളിക്കുന്നതാണെന്ന്. ഹാക്കിംഗ് തടയല്ല അവിടെ നിൽക്കട്ടെ, ഇതാരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്ക് അറിയണം അതാരാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. ഹായ്, ചെയർമാൻ്റെ ക്യാബിൻ. ആ കാണുന്നത്. എക്സ്ക്യൂസ് മീ. ആ വാ വാ, ഇത് സിമി. ഹലോ സർ. സിമി ഇരിക്കും. സിമി ഒരു എത്തിക്കൽ ഹാക്കറാണ്. ആ എവിടെയാ സിമിൻ്റെ നാട്? എൻ്റെ സ്വന്തം സ്ഥലം ഇടുക്കിയാണ്. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്, പെരുമ്പള്ളിശ്ശേരി. ആ ഇപ്പോൾ വർക്ക് ചെയ്യുന്നൊന്നുമില്ലേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം മോൻ ചെറുതായതുകൊണ്ട് വീട്ടിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാം. ഹാക്കറെ പിടിക്കാൻ സിമിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
സിമി കമ്പനിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല. അത്രയ്ക്ക് പഠിച്ച കള്ളനാണ് അവൻ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം സാർ. ട്രൈ ചെയ്താൽ പോരാ, നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം. എനിക്ക് ഇവിടുത്തെ സെർവർ ഒന്ന് കാണാൻ പറ്റുമോ? ഈ സെർവറും കൂടെ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഹാക്കിങ് കഴിഞ്ഞപ്പോൾ സെർവർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തതാണ്. ആ, ഇതെന്തോ? ഇത് എൻ്റർത്തലാണ്. എൻ്റർ മാത്രം അടിക്കണമെങ്കിൽ ഇതിലടിച്ചാൽ മതി. ചെയർമാൻ്റെ മോളിൽ കണ്ടുപിടുത്താണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കീബോർഡ് ഇല്ലേ? ആ താങ്ക് യു. ആ കാണിച്ച്. ആ വിനോദ, ഒന്ന് മോനെ നോക്കണം. തന്നീ പരിപാടി നിർത്തിക്കോട്ടാ, ഡേഞ്ചറാണ്. അത് ഹണി പോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കേട്ടാ. അത് അവരുടെ IP-യിൽ ഒരു ഫേക്ക് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് കയറിയത്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓലപ്പാമ്പ് കാട്ടിയതാണ് അവന്മാർ. ഓലപ്പമാണെങ്കിലാടാ അവർക്ക് കാതൽ നല്ല പേര് മനസ്സിലായത്. അതവർ VPN പ്രൊഫൈൽ നെയിം നോക്കി മനസ്സിലാക്കിയല്ലേ. എടാ നീ പയ്യനാണ്, നീ കളിക്കേണ്ടത് ഒരു കമ്പനിയുടെ കേട്ടാ. അവർ വീട്ടിലേക്ക് അന്വേഷിച്ച് വരും. അതിനവർക്ക് എൻ്റെ ലൊക്കേഷൻ കിട്ടണം. അത് കിട്ടാതിരിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇപ്പം അവന്മാരൊന്ന് കുലുങ്ങിയിട്ടുണ്ട്. നിന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. സാറേ, ഞാൻ അവൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. എന്തായാലും അവൻ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ആളാണെന്ന് ഉറപ്പാണ്. മിക്കവാറും സൗത്ത് ഇന്ത്യൻ. കാരണം അവൻ ഈ ഹാക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്ന പേര് കാതലൻ എന്നാണ്. കാതലനോ? ചിരിച്ചിരിക്കടാ. എന്തായാലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കളിക്കുന്ന കളിയാണെന്ന് ഉറപ്പായി. ഇല്ല പ്രവീണ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ അറിയാൻ കൂടി ഇല്ല. അവരെപ്പോഴേ നമ്മുടെ ഡേറ്റ എടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 തവണ ഹാക്ക് ചെയ്തപ്പോഴും നമ്മുടെ ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവന് നമ്മുടെ ഡേറ്റ വേണ്ട, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടെന്തിനാണ് ഹാക്ക് ചെയ്യുന്നത്? ആദ്യം ചിലപ്പോൾ അവൻ തമാശയ്ക്ക് ഹാക്ക് ചെയ്തതായിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി കൂട്ടിയപ്പോൾ അവന് ചിലപ്പോൾ വാശി കൂടി കാണും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്ത ഈ സെക്യൂരിറ്റി സിസ്റ്റംസ് അവനെങ്ങനെ ആക്സസ് ചെയ്തു എന്നുള്ളതാണ്. അത് ആക്സസ് ചെയ്യാതെ എന്തായാലും ഹാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മളറിയാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളതാ. ജിൽസേ, നമ്മുടെ CCTV റെക്കോർഡ്സ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അയാൾ ഓഫീസിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ CCTV ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ അവൻ എങ്ങനെ കയറി, എന്ന് കയറി എന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് ഈ ഹെഡ് ഓഫീസ് മാത്രമല്ലല്ലോ ഉള്ളത്. അവൻ ഏതെങ്കിലും ബ്രാഞ്ചിൽ കയറിയാലും മതി. അത് മാത്രമല്ല, അവൻ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാതിരിക്കാൻ നമ്മുടെ ഏതെങ്കിലും കസ്റ്റമർ ആയിട്ടോ ഇനി ഏതെങ്കിലും സർവീസ് പ്രൊവൈഡർ ആയിട്ടോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫിനെ അവൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോന്ന്. നമ്മുടെ ഈ ബ്രാഞ്ചുകളിലെ സിസ്റ്റംസ് ഒക്കെ ആരാ സർവീസ് ചെയ്യുന്നത്? അല്ല, ആദ്യം അവർ അടുത്തുള്ള ആരെയും വിളിച്ച് സർവീസ് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടുന്ന് ആളെ വിടും. അതല്ലാതെ വേറൊരാളെ കമ്പ്യൂട്ടർ തൊടാൻ സാധ്യതയില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ CCTV ചെക്കിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം. സൺഡേ 1 മണിക്കൂർ ജിൽസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സാറേ, സൺഡേ എന്താ നിനക്ക് പറ്റില്ലേ? മതി, എനിക്ക് നിങ്ങളുടെ തിയറി ഒന്നും കേൾക്കണ്ട. ഈ കാതലെന്ന് പറഞ്ഞവനെ ഒന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. ബാക്കി ഞാൻ ചെയ്തോളാം. എന്താണ് അത് സിമിയെ കൊണ്ട് പറ്റുമോ? നമുക്ക് പിടിക്കാം സാറേ. എന്തായാലും നമ്മൾ അവനെ പിടിച്ചിരിക്കും.